ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓണം സീരീസിന് വേണ്ടി ഒരു പായസം ഉണ്ടാക്കിയാലോ. കാരമൽ സേമിയ പായസം തന്നെ ആയിക്കോട്ടെ. അതിന് വേണ്ടി സേമിയ വറുത്തെടുക്കാം. സേമിയ വറക്കുമ്പോൾ ഇത്തിരി ചോന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കാരമൽ സേമിയ പായസം ആയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറാൻ പോണില്ല. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് സേമിയ ഇട്ട് നന്നായി സോഫ്റ്റ് ആവണ വരെ വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കാതെ ഉരുക്കി കാരമലാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ലൂസാക്കി തീ ഓഫ് ചെയ്ത് സിറപ്പ് തണുക്കാൻ വെക്കണം. സേമിയ പാകത്തിന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നന്നായി ഇളക്കി കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴിച്ചാൽ പിരിഞ്ഞു പോകുക. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഓഫാക്കിയിട്ട് ഒഴിക്കണമെന്ന് പറയണത്. അതിനുശേഷം അത് നന്നായി തിളപ്പിച്ച് കുറുക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ വറുത്ത് ചേർത്ത് ആ നെയ്യും കൂടി അതിലൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഏലക്കാപ്പൊടി ചേർത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വയ്ക്കണം. ആ ഏലക്കായുടെ സ്മെല്ലുണ്ടല്ലോ, അത് ഈ പായസത്തിലേക്ക് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അത് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് കാരമൽ സേമിയ പായസം നമുക്ക് ഉപയോഗിക്കാം. ചൂടോടുകൂടിയോ തണുപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇതാർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.